വയനാട്ടിലെ ചൂരൽമല എന്ന പ്രദേശം സഞ്ചാരികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായി ഇന്ന് മാറിയിരിക്കുകയാണല്ലോ. നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ നിബിഡ വനപ്രദേശമാകെ തന്നെ അതീവ ദുർഘടവും ഭീതിതവുമായ കൊടും വനത്തിലെ വന്യജീവികളുടെ സങ്കേതമായ ഒരിടം മാത്രമായിരുന്നു. മേപ്പാട് കഴിഞ്ഞാലുള്ള പല പ്രദേശങ്ങളും അത്തരത്തിൽ ഇരുണ്ട് മൂടി എപ്പോഴും കിടന്നിരുന്നു. മേപ്പാടിയിൽ നിന്ന് 13 കിലോമീറ്റർ ദുർഘടമായ പാത പിന്നിട്ടാൽ എത്തിച്ചേരുന്നത് കൊടും വനപ്രദേശമായ നിലമ്പൂർ കാനന മേഖലയുടെ തീരത്താണ്. അന്ന് നിലമ്പൂർ രാജഭരണകാലത്ത് വയനാട്ടിലേക്ക് ചേക്കേറിയവരിൽ പലരും ഇനി മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര തുടരാൻ കഴിയില്ല എന്ന കാരണത്താൽ ഈ പ്രദേശത്ത് തന്നെ കഴിഞ്ഞുകൂടുകയാണ് ഉണ്ടായത്. ക്രമേണ ചൂരൽ കാടുകളാൽ നിബിഡമായ ഈ പ്രദേശത്തിന് ചൂരൽമല എന്ന് തന്നെ വിളിച്ചു തുടങ്ങി. അക്കാലത്ത് തങ്ങളുടെ രക്ഷയ്ക്ക് എന്ന വിശ്വാസത്താൽ ഈ വനത്തിലെ നീർച്ചോലയിൽ നിന്നും ഒരു ശിലയെടുത്ത് തങ്ങൾക്കാകുന്ന പോലെ ശിവപൂജ നടത്തി വരികയും പിന്നീട് നേദ്യങ്ങളുമായി പൂർവികർ ഒത്തുകൂടുകയും ചെയ്തു. അന്നവർ തങ്ങൾ തന്നെ ഭക്ഷിച്ചിരുന്ന മാംസവും മദ്യവുമൊക്കെ തന്നെയാണ് പൂജാദ്രവ്യങ്ങളായിട്ട് സമർപ്പിച്ചിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. കാലങ്ങൾക്കിപ്പുറം വനങ്ങൾ തേയിലക്കാടുകളായി നിത്യവൃത്തിയുടെ മാർഗമായി മാറിയപ്പോൾ ഓരോ പ്രദേശത്തെയും വേർതിരിച്ചുകൊണ്ട് പേരുകളും കൂടുതൽ തൊഴിലാളികളും ഈ നാടിൻ്റെ ജീവൻ്റെ തുടിപ്പായി മാറുകയായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായ തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ നിന്ന് ഇന്ന് നാം കാണുന്ന ശ്രീ ചൂരൽമല ശിവക്ഷേത്രം എന്ന ശുദ്ധപൂജയും നിത്യപൂജയുമായ ദേവിയോടൊപ്പം അല്ലെങ്കിൽ മാരിയമ്മയോടൊപ്പം പ്രതിഷ്ഠിതമായ ഭഗവാനെ നമ്മൾ അല്ലെങ്കിൽ ഈ നാട്ടുകാർ അനുഭവങ്ങളിലൂടെ കണ്ടറിയുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും കിഴക്ക് മാറി ഉള്ള കുന്നിൻ മുകളിൽ മുനീശ്വരൻ എന്ന നാമധേയത്തിൽ ശിവചൈതന്യം തൻ്റെ പഴയ സ്വരൂപത്തിൽ തന്നെ കുടികൊള്ളുന്നു എന്നും വിശ്വസിക്കുന്നുണ്ട്. അവിടെ മധ്യമ പൂജയുമൊക്കെ കൊടുത്തു വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നതാണ്. കാലപ്പഴക്കമുണ്ട് ശ്രീ ചൂരൽമല ക്ഷേത്രത്തിലെ പഴയ പല നിർമ്മിതികൾക്കും തകരാറ് സംഭവിക്കുകയും അതിനോടൊപ്പം തന്നെ സൗകര്യക്കുറവുകൾ കണ്ടറിഞ്ഞ് ഒരു പുനർനിർമ്മിതിക്കുള്ള ആശയം ഉടലെടുക്കുകയും ഉണ്ടായി. അങ്ങനെ ഇന്ന് നിലവിലുള്ള ഈ ക്ഷേത്ര കമ്മിറ്റി ആ ദൗത്യം ഏറ്റെടുക്കുകയും കൂടുതൽ ഭംഗിയും തേജസ്സുമുള്ള ഒരു ക്ഷേത്രമാക്കുവാൻ ഇറങ്ങി പുറപ്പെടുകയും ആ ദൗത്യം ഏകദേശം പൂർണ്ണമാക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. ഏതായാലും വയനാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഓർത്തു വെക്കാവുന്ന ചില അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഉദാഹരണത്തിന് മണ്ഡലമകര വിളക്ക് കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ഭജന ആലപിക്കുമ്പോൾ സ്ഥിരമായി എത്താറുള്ള നാഗത്തിനെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. അതേപോലെ ധാരാളം ആൾക്കാർ അനുഭവിച്ചറിഞ്ഞതാണ്. ഭജനയുടെ സമയമാകുമ്പോൾ കൃത്യം ഭജന ആസ്വദിക്കാൻ വരുന്നു എന്ന നിലയിൽ ഭജനക്കാരുടെ ഇടയിലൂടെ കടന്നു വരുന്ന ആ നാഗത്തെ ആരും മറന്നിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, എല്ലാ ഉത്സവ നാളിലും മാരിയമ്മയുടെ മഞ്ഞ നീരാട്ട് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ഉറഞ്ഞുതുള്ളിയുള്ള കൽപ്പന, അമ്മയുടെ വാക്കുരയ്ക്കൽ, അത് എല്ലാവർക്കും ഇഷ്ട വാക്കാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനിയും അവസാന മിനുക്ക് പണികളിലേക്ക് കടന്നിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ ദിനത്തോട് അടുക്കുംതോറും കൂടുതൽ ചിലവുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ്. ഇപ്പോഴും ധാരാളം ആൾക്കാരുടെ സംഭാവനയും അവരുടെ സഹായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കമ്മിറ്റി നിലവിൽ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഭക്തജനങ്ങളായ ആർക്കും ഈ ദൗത്യത്തിൽ പങ്കാളികളാകാമെന്നാണ് ഇതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതൾ മാല തരേറ്റും കൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതായിരുന്നു തൊഴുന്നേ എരിക്കും പൂവളത്തില ഇതൾ മാല തരേറ്റും കൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതായിരുന്നു തൊഴുന്നേ ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ മഹാശൈലാധിവാനേ സദാ വാഴ്ത്തി തൊഴുന്നേ പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികൾ